ഞങ്ങളൊപ്പമുണ്ട് എന്ന CPM-ന്റെ ഒരു ക്യാച്ച് വേർഡാണ്. എല്ലാത്തിലും പറയും. വാളയാറമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നു, വണ്ടിപ്പെരിയാറിൽ അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ കണ്ടത്? ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട്. ഒപ്പമൊക്കെ ഉണ്ട്, പക്ഷെ പിന്നിൽ നിന്ന് കുത്തുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടതല്ലേ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുകയും മറുവശത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വളരെ സമർത്ഥമായി കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്തു. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് ദിവ്യയ്ക്ക് ഉള്ള എല്ലാ ജാമ്യ വ്യവസ്ഥകളും ഇല്ലാതായിരിക്കുന്നു. അവർക്ക് ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നോ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള എല്ലാ ജാമ്യ വ്യവസ്ഥയും പോയിരിക്കുന്നു. ദിവ്യ ഫ്രീ ആണ്. ദിവ്യയുടെ പേരിൽ ദിവ്യ കുറച്ച് ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവർക്ക് രാജകീയമായ സ്വീകരണമാണ് ഗോവിന്ദ മാഷ ഭാര്യ അടക്കമുള്ള നേതാക്കൾ നൽകിയത്. DYFI ഇപ്പോഴും ചിന്തിക്കുന്നത് ദിവ്യ ഒരു പോരാളിയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നവീൻ ബാബു ഒരു വലിയ കള്ളനാണ് എന്നാണ്, ഒരു അഴിമതിക്കാരനാണ് എന്നാണ്. അപ്പൊ എന്തിനാണ് ഇവർ കൂടെ നിന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഈ ഇളവ് കിട്ടിയത് ജാമ്യ വ്യവസ്ഥയിൽ? ഒരു സംശയവും വേണ്ട, പ്രോസിക്യൂഷൻ അതിന്റെ നിലപാടെടുത്തു. പ്രോസിക്യൂഷനാണ് ഉറപ്പായി പറഞ്ഞത് ഇവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന്. പ്രോസിക്യൂഷന്റെ ഭാഗം ആരാണുള്ളത്? ആരാ പ്രോസിക്യൂഷൻ? പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും രാജീവിന്റെ നിയമവകുപ്പും ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇവരാരെങ്കിലും പറയോ ദിവ്യയ്ക്ക് ജാമ്യത്തിൽ വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കരുതെന്ന്? ദിവ്യ ചോദിച്ചു, അവർ കൊടുത്തു. പ്രതിക്ക് അവകാശമാണ് ചോദിക്കാൻ. പക്ഷെ കൊടുക്കരുതെന്ന് പറയേണ്ട പ്രോസിക്യൂഷൻ എവിടെ കിടന്നുറങ്ങായിരുന്നു? അതോ പ്രോസിക്യൂഷന് കൊടുക്കാൻ പറയുകയാണോ? ഇപ്പൊ നമുക്ക് മനസ്സിലായി CPM ആരുടെ ഒപ്പമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇതിനു മുമ്പ് പോലെ പറഞ്ഞിരുന്നു, CBI അന്വേഷണം വന്നപ്പോൾ CBI അന്വേഷണത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്, പാർട്ടിയുടെ നിലപാട് എന്താണെന്ന്. CBI അന്വേഷണം വേണ്ട എന്നാണ്. ഇപ്പൊ നടക്കുന്ന അന്വേഷണം തട്ടിപ്പാണെന്ന് അറിയാൻ വലിയ പാടൂർ പഠിപ്പുവരെ ഒന്നും പോകണ്ട. കാരണം എന്താ വെച്ചാൽ ആത്മഹത്യാ പ്രേരണ എന്നൊരു കുറ്റത്തിനാണ്. ആ കുറ്റമൊന്നും നിലനിൽക്കില്ല. അത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൊലപാതകമാണ് എന്ന് കേസെടുക്കുകയും പ്രശാന്തനെ പോലെയുള്ള ആളുകളും അവരുടെ ഫോൺ കോളുകളും ദിവ്യയുടെ ഫോൺ കോളുകളും നവീൻ ബാബുവിന്റെ ഫോൺ കോളുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ മറ്റു ദൃശ്യങ്ങൾ, അതൊന്നും പോലീസിന് വേണ്ട. പ്രശാന്തനൊന്നും പോലീസിന്റെ കക്ഷിയിൽ പ്രതിയേ അല്ല. കള്ളൊപ്പിട്ട് പല ഒപ്പിട്ട് പ്രശാന്തന്റെ ഒപ്പിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അപേക്ഷ കൊടുക്കുന്ന കളിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പൂർത്തിയായി ദിവ്യ സർവതന്ത്ര സ്വതന്ത്രയായി പുറത്തിറങ്ങാൻ പോവാണ്. അല്ലെങ്കിൽ അവരുടെ കേസ് നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പോലീസിന് നിലനിൽക്കണമെന്നില്ല. ഇനി CBI അന്വേഷിക്കാൻ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. CBIയും മറ്റു പല കേസുകളുടെ അനുഭവത്തിലാണെങ്കിൽ ഞാൻ വലിയ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഏജൻസി ഒന്നുമല്ല. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കളിച്ച നാടകം, കണ്ണൂർ ജില്ലാ കമ്മിറ്റി കളിച്ച നാടകം, MP ഗോവിന്ദൻ ഇവിടെ പോവുക, MP ഗോവിന്ദന്റെ ഭാര്യ ദിവ്യയുടെ അടുത്ത് പോവുക, ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് പാർട്ടി എന്ന് ഉറപ്പിച്ച് പറയാണ്. കാരണം പത്തനംതിട്ട ജില്ലയെക്കാളൊക്കെ പ്രധാനമാണ് കണ്ണൂരിൽ CPM-ന് ദിവ്യ. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാണം കെട്ട് നെറികെട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും പറയാനില്ല, അവർക്ക് ഒന്നും പറയാനില്ല. ഇനി പറയൂല. കാരണം പിണറായി വിജയൻ പറയരുതെന്ന് പറയില്ല. കാരണം ഉദയഭാനുവിന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന്റെ സ്ഥാനം പോകും പിണറായി വിജയനെതിരെ പറഞ്ഞാൽ. അതുകൊണ്ട് അതൊന്നും പറയില്ല. മലയോലപ്പുഴ മോഹനോ അങ്ങനെയുള്ള ചില ആളിലേക്ക് നമ്മൾ കേട്ടിരുന്നു. ആളിലൊന്നും ഇപ്പോൾ കാണാനില്ല, എവിടെയൊന്നും കാണാനില്ല. ഏതായാലും ദിവ്യ സർവതന്ത്ര സ്വതന്ത്രയായി നീ പുറത്തിറങ്ങി നടക്കും. സാധാരണ ഒരു കളവ് കേസിൽ ഒരു ജാമ്യം കിട്ടുന്ന പോലുള്ളൊരു കേസേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ ഗവൺമെന്റ്, പാർട്ടി, ആഭ്യന്തര വകുപ്പ്, നിയമവകുപ്പ് ഒക്കെ ദിവ്യയ്ക്കൊപ്പമാണ്, നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് കേസിന് വേണ്ടി വന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് ഹൈക്കോടതിയിൽ കേസിന് വേണ്ടി വന്നുകൊണ്ടാണ്, CBI വെച്ച് കേസിന് വേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? CBI അന്വേഷണം ആവശ്യപ്പെട്ടത് കേരള പോലീസിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഉറച്ച പാർട്ടി കുടുംബമാണ് അവർ. അവർക്ക് പോലും പിണറായി വിജയന്റെ പോലീസിൽ ഒരു വിശ്വാസവുമില്ല. ഇവിടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന ഇടത് നിരീക്ഷകർ, CPM-കാരും ചർച്ചയിൽ വന്നിട്ടില്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഇടത് സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളോട് പറഞ്ഞെന്താ, CBI അന്വേഷണം സമ്മതിക്കും. എന്താ ഗവൺമെന്റ് എന്താ വിളിക്കാനുള്ളത്? ഗവൺമെന്റ് വിളിക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് CBI അന്വേഷണം അനുവദിക്കാത്തത്? എന്താണ് പ്രശാന്തനെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് ഈ കേസ് ആത്മഹത്യയിൽ മാത്രം നിൽക്കുന്നത്? എന്തുകൊണ്ട് കുടുംബം ആവശ്യപ്പെട്ട കൊലപാതക സാധ്യതയിലേക്ക് പോയില്ല? പല നിയമവിദഗ്ധരും പഴയ റിട്ടയർഡ് പോലീസുകാരും അത് കൊലപാതകമാണ് എന്നതിന് നിരവധി സൂചനകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും എടുത്തിട്ടില്ല. അതൊന്നും എടുക്കാതെ വീണ്ടും ദിവ്യയ്ക്ക് വേണ്ടി കേരളത്തിലെ പോലീസും പാർട്ടിയും നിയമവകുപ്പും പ്രോസിക്യൂട്ടറും ഒക്കെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.